നമ്മുടെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ചിലവ് കൂടുതൽ വരുന്നതും ഉൽപാദനം കുറയുന്നതും. കർഷകർക്ക് അതിനുള്ള ഒരു സൂപ്പർ സൊല്യൂഷനാണ് മോഡികെയർ ആക്റ്റീവ് ഉൽപ്പന്നങ്ങൾ. ഇതിൽ 4 തരം ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്: ആക്റ്റീവ് 80 ആൻഡ് ആക്റ്റീവ് ഗോൾഡ്, ആക്റ്റീവ് സെയിം ആൻഡ് ആക്റ്റീവ് മാക്സ്. ഇത് നമുക്ക് രണ്ട് സെഗ്മെന്റായിട്ട് തിരിക്കാം. ആക്റ്റീവ് 80 ആൻഡ് ആക്റ്റീവ് ഗോൾഡ് ഒരു സെഗ്മെന്റായിട്ടും ആക്റ്റീവ് സെയിം ആൻഡ് ആക്റ്റീവ് മാക്സ് മറ്റൊരു സെഗ്മെന്റും. ആക്റ്റീവ് 80 ആൻഡ് ആക്റ്റീവ് ഗോൾഡ് ഒരു സൊല്യൂഷൻ സഹായിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വെള്ളത്തിൻ്റെ കൂടെ, വളത്തിൻ്റെ കൂടെ, കീടനാശിനികൾക്ക് കൂടെ, പെട്ടെന്ന് തളിർക്കാനും തളിർക്കാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ കൂടെ അവയെ സപ്പോർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്നാൽ ഇത് സ്പ്രെഡർ, വെറ്റർ ആൻഡ് ആക്ടിവേറ്റർ ആണ്. അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, കൂടുതൽ ഈർപ്പം നിലനിർത്തുക, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താവട്ടെ, വെള്ളമാവട്ടെ, കീടനാശിനിയാവട്ടെ, വളമാവട്ടെ, ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം കുറഞ്ഞ അളവിൽ മതി. അതായത് ഒരു 5 കിലോ വളം വേണ്ട സ്ഥലത്തേക്ക് ഒരു 3 കിലോ 2 കിലോ ഒക്കെ ആയി കുറയ്ക്കാൻ പറ്റും. ഇത് 3 ഇരട്ടി വരെ ഇത് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇത് സർഫക്ടൻഷൻ, അതായത് നടുവിൽ കേന്ദ്രീകരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്യുന്നു. അതായത് ചേമ്പിലയിൽ വെള്ളമൊഴിച്ചാൽ നടുവിൽ കേന്ദ്രീകരിക്കുന്നത് പോലെ സസ്യങ്ങളുടെ നടുവിൽ കേന്ദ്രീകരിക്കുന്ന സ്വഭാവത്തെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നു. രണ്ടാമത്തെ ഗുണമാണ് വെറ്റർ, ഈർപ്പം നിലനിർത്തുക എന്നത്. ഇത് കൂടുതൽ ഈർപ്പം നിലനിർത്തുകയും നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണോ അത് മണ്ണിൽ കൂടുതൽ നന്നായി ലയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആക്ടിവേറ്റർ എന്നാൽ എന്തിൻ്റെ കൂടെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. 80% ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ വെറ്റർ, സ്പ്രെഡർ, ആക്ടിവേറ്റർ ആയി പ്രവർത്തിക്കുന്ന എല്ലാ തരം സൊല്യൂഷൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സഹായിയാണ് ആക്റ്റീവ് 80 ആൻഡ് ആക്റ്റീവ് ഗോൾഡ്. ആക്റ്റീവ് 80 ആൻഡ് ആക്റ്റീവ് ഗോൾഡ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ ആക്റ്റീവ് 80 ഒരു പെട്രോളിയം ജെല്ലി ബേസ്ഡ് ആണ്. ആക്റ്റീവ് 80 ഗോൾഡ് പ്ലാന്റ് ബേസ്ഡും ആണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് 80 ജൈവ കൃഷിയിൽ ഉപയോഗിക്കുന്നതല്ല. ആക്റ്റീവ് 80 ഗോൾഡ് ആണ് ജൈവ കൃഷിക്ക് അനുയോജ്യം. ഇത് നാം ഡയല്യൂട്ട് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെയാണോ നാം ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ്. കളനാശിനിക്കൊപ്പമാണ് ഓരോ 15 ലിറ്റർ കളനാശിനിക്കൊപ്പവും 20 മില്ലിയാണ് ഉപയോഗിക്കേണ്ടത്. ജലസേചനത്തിൻ്റെ കൂടെയാണെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഏക്കർ സ്ഥലത്തിന് 160 മില്ലിയിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടതില്ല. മറ്റെന്തിൻ്റെയെങ്കിലും കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 15 ലിറ്ററിന് 15 മില്ലി, അതായത് 1 ലിറ്ററിന് 1 മില്ലി എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത്. കളനാശിനിക്കൊപ്പം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളകൾ നശിച്ചു പോകുകയും പുതിയ കളകൾ വരുന്നതിന് കാലതാമസം വരികയും ചെയ്യുന്നു. ജലസേചനത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം മണ്ണിൻ്റെ വ്യത്യസ്ത പാളികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വേരുകളിലെത്തുകയും ബാഷ്പീകരണം തടയുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നത് കൊണ്ട് 30 ദിവസം വരെ എഫക്റ്റീവ് ആവുന്നു. ദിവസവും നനയ്ക്കുന്നത് ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നനച്ചാൽ മതിയാകും. വളത്തിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മണ്ണോ മണലോ എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് വളത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി ആക്റ്റീവ് സെയിം ആൻഡ് ആക്റ്റീവ് മാക്സ് എന്താണെന്ന് നോക്കാം. ഇവ നേരിട്ട് ചെടിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഒരു ഹോർമോൺ ബാലൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. മറ്റെന്തിൻ്റെയും കൂടെ ആഡ് ചെയ്യേണ്ടതല്ല, നേരിട്ട് തന്നെ ചെടിയിൽ ഉപയോഗിക്കുന്നതാണ്. അമിനോ ആസിഡും പ്ലാന്റ് പ്രോട്ടീൻസും അടങ്ങിയിരിക്കുന്നു. വളർച്ചയുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സഹായിക്കുന്നു. വളർച്ചയുടെ സുപ്രധാന ഘട്ടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്: ഗ്രോത്ത് സ്റ്റേജ്, ഫ്ലവറിംഗ് സ്റ്റേജ്, ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജ്. 12-ലധികം ഗുണങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്കുണ്ടാവുന്നു. കൂടുതൽ വേരുകൾ വരുന്നു, കൂടുതൽ ആഴത്തിൽ വേരോട്ടം നടക്കുന്നു, ഇലകൾ മുള പൊട്ടാൻ സഹായിക്കുന്നു, നാമ്പെടുക്കാൻ സഹായിക്കുന്നു, ചെടികൾക്ക് ക്ലോറോഫിൽ വർദ്ധിക്കുകയും പച്ചപ്പ് കൂടുകയും ചെയ്യുന്നു, കൂടുതൽ കായ്ഫലം ലഭിക്കുന്നു, ന്യൂട്രിയൻസിൻ്റെ അളവ് വർദ്ധിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കുന്നു, ഫ്ലവറിംഗ് പ്രോസസ്
പൂക്കുന്ന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു. പൂക്കളുടെ കൊഴിഞ്ഞുപോക്ക് കുറയാൻ സഹായിക്കുന്നു. പൂക്കൾ കായ്കളായി മാറാൻ സഹായിക്കുന്നു. കായ്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. കളറ്, വലിപ്പം, ന്യൂട്രിൻഷ്യൽ ടൈപ്പ് ഇത് വർദ്ധിക്കുന്നു. ആക്റ്റീവ് സൈമും ആക്റ്റീവ് മാക്സും സീവീഡ് എക്സ്ട്രാക്റ്റ് ആണ്. രണ്ടും കടൽ പായൽ എക്സ്ട്രാക്റ്റ് ആണ്. സൈമിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് മാക്സ് ആണ്. മാക്സിമൈസ് ബെനിഫിറ്റ് ആണ് ആക്റ്റീവ് മാക്സ്. ഇതിൽ കടൽ പായൽ എക്സ്ട്രാക്റ്റിന്റെ കൂടെ ഗുണകരമായ മറ്റ് ചില കടൽ സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റും ലാബിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മാണുക്കളെ കൂടി ആഡ് ചെയ്തിരിക്കുന്നു. വളർച്ചയുടെ പ്രധാന ഘട്ടങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. വളരുന്ന സമയത്ത്, പൂവിടുന്നതിൻ്റെ തൊട്ട് മുമ്പ്, കായ്ഫലം ഫ്രൂട്ട് സെറ്റിങ്ങിൻ്റെ സമയത്ത്, നടുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സീഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. വിത്തുകളാണെങ്കിൽ സീഡ് കോട്ടിംഗ് എന്നും തൈകൾ, കമ്പുകൾ ഇവയാണെങ്കിൽ ഫ്രൂട്ട് ഡിപ്പിംഗ്സ് എന്നും പറയുന്നു. 1 കിലോ ഇഞ്ചി വിത്ത് അല്ലെങ്കിൽ മഞ്ഞൾ വിത്ത് മറ്റെന്തെങ്കിലും സീഡ്സ് ആണ് നമ്മൾ നടുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ 2 മില്ലി ആക്റ്റീവ് മാക്സ് എടുക്കുക. 2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നടുക. 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ആക്റ്റീവ് മാക്സ് ഓർ ആക്റ്റീവ് സൈം എടുക്കുക. എന്നിട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം നടുക. കമ്പാണ് നടുന്നതെങ്കിൽ അല്ലെ തൈകളാണ് കമ്പാണ് നടുന്നതെങ്കിൽ ബണ്ടുകളാക്കി കെട്ടിവെച്ചിട്ട് 4 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 15 മിനിറ്റ് നേരം മുക്കി വെക്കുക. ആ നടുന്ന ഭാഗം 15 മിനിറ്റ് നേരം വെള്ളത്തിൽ മുക്കി വെക്കുക. വളർച്ചയുടെ ഘട്ടത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ആണ് ആവശ്യം. ഇത് വേരുകളിലും ഇലകളിലും വർക്ക് ചെയ്യും. ഫ്ലവറിങ്ങിലും 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ആണ് ഉപയോഗിക്കേണ്ടത്. തെങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ മാസത്തിൽ 1 തവണ കൊടുക്കാം. വർഷത്തിൽ 1 തവണ കായ്ക്കുന്ന ഫലങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൂക്കുന്നതിൻ്റെ തൊട്ട് 1 മാസം മുമ്പ്, അതുപോലെ കായഫലം ആയി വരുന്ന സമയത്ത് 2 തവണ ഉപയോഗിച്ചാൽ മതി. കുരുമുളകിലാണെങ്കിൽ കുരുമുളക് തിരി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതുപോലെ തന്നെ അത് കായായി വളരുന്ന ആ സമയത്ത്, അങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ചേർത്ത് ഉപയോഗിക്കുക. കായ്ഫലം വരുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ഉപയോഗിക്കുക. നമ്മൾ ചിലവഴിക്കുന്ന ഓരോ രൂപക്കും 3 മുതൽ 50 രൂപ വരെ നമുക്ക് ഇതിലൂടെ തിരിച്ചു കിട്ടും. അതായത് ചിലവ് കുറച്ചും വിളവ് വർദ്ധിപ്പിച്ചും നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും.